ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാ. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തപ്പോഴേ എനിക്കറിയായിരുന്നു കേട്ടോ, റിച്ചുകുട്ടൻ കയ്യിലുള്ളപ്പോൾ ഒരു സംഭവം നടക്കാൻ പോലെയെന്ന്. കാരണം കത്രിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചാടി എടുക്കും. അതൊക്കെ അവനാണെങ്കിൽ കളിക്കാൻ പോലും പോകണ്ട് കയ്യിലിരിക്കുക. ഇതാക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ ഇടഞ്ഞി എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ അവിടെ പോയിരുന്നേ, ഞാൻ ചെയ്തോണ്ട്. എന്റെ കാലും കുത്തല്ലേ. എവിടെ എന്റെ ഒന്നുമില്ല. അവര് വരട്ടെ. എന്റെ മോനെ ഇട്ടിരിക്കുമ്പോ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റും. അതെ, ഞാൻ കാര്യം പറയട്ടെ. ഞാനവിടെ പോയിരുന്നേ. ഞാനിതൊക്കെ ഒരു കത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒച്ചിമേളാട്ടോ നിങ്ങളീ കാണുന്നത്. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ അവസാനത്തെ അടവെടുത്ത് ഞാൻ എന്നൊക്കെ എടുത്തി ഉറക്കി. എന്നിട്ട് അതിന് ശേഷമായിട്ട് ഞാൻ ബാക്കിയൊക്കെ ചെയ്തത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ മണിക്കുട്ടി ചേച്ചിയുടെ മോനാട്ടോ. ചേച്ചിയുടെ മോനും കുഞ്ഞാപ്പി അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടി ഒക്കെ ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. പിന്നെ ഞാനിങ്ങനെ ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവാ. വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുങ്ങിപ്പൂവാ. അങ്ങനെ എൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാൻ ഇങ്ങനൊരു കോലത്തിലേക്ക് എത്തിച്ചു കേട്ടോ. ഇതിപ്പോൾ വലിയ കോലമൊന്നുമില്ല. മുകളിലത്തെ ഭാഗമൊക്കെ നമ്മുടെ അടക്കയുടെ ഓല വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തത്. അതൊക്കെ ഒട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു, കുറേ സമയം എടുത്തു അതിന്. അങ്ങനെ അപ്പോൾ ഇത്തിരി വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പഞ്ഞി ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇത് ഞാൻ പിന്നെ ഇവിടം കൊണ്ട് വെച്ച് നിർത്താണ്. ഇനി ബാക്കി ചേട്ടൻ ചെയ്തോളൂ. ക്രിസ്മസ് ഡേയുടെ അന്ന് നമ്മളെല്ലാവരും അപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടുത്തെ എല്ലാ പിള്ളേരും എല്ലാവരും കൂടി ഇട്ടിട്ട് കേക്ക് മുറിക്കും കേട്ടോ. അതെല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നേക്കാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ നേരത്തെ വന്ന് കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ റിച്ചുവിനെ കൊണ്ട് നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇടിച്ചു ഒന്നും കൂടി ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും പിള്ളേരൊക്കെ അടിപൊളി ചില്ലാണ് അവിടെ എല്ലാവരും. ഹാപ്പി ക്രിസ്മസ്. ഞാൻ കഴിച്ച്. അങ്ങനെ ക്രിസ്മസ് ഡേയുടെ നൈറ്റ് നമ്മുടെ പുൽക്കൂടിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ വേറെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബലൂണുകൾ, അതുപോലെ കുറേ ഗിൽറ്റുകൾ, ഇങ്ങനെ കളറുള്ള മറ്റേ ബൾബുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ. പുകൾ
അങ്ങനെ പുൽക്കൂടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാണ്. ഇനി നമ്മുടെ ഉണ്ണീഷിനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ കറക്റ്റായിട്ട് പറയാറില്ല. അപ്പോൾ ഇവരൊക്കെ വെക്കുന്നത് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ കറക്റ്റ് ഓർഡർ ഒന്നും അറിയില്ല. നമ്മൾ ആ ഒരു ഇതിൽ ഉണ്ണീഷിൻ്റെ നടുക്കിൽ വെക്കും, പിന്നെയൊക്കെ ഇങ്ങനെ ഒരു ഇഷ്ടം പോലെ വെക്കും. അല്ലാണ്ട് കറക്റ്റായിട്ടുള്ള ഓർഡർ ഒന്നും അറിഞ്ഞിട്ടൊന്നും വെക്കണതല്ല. റിച്ചുകൂട്ടനാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നത്. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ പൊന്ന ഓർക്ക പറ. ഓ അവസാനം ഞങ്ങളുടെ പുൽക്കൂട് സെറ്റായിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. ഒക്കെ മൊത്തത്തിൽ കളറായിട്ടുണ്ട്, കുഴപ്പമില്ല, കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ക്രിസ്മസ് ഡേയുടെ അന്ന് നൈറ്റ് ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ കാരാപ്പള്ളിയിലേക്ക് ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇവിടെ ക്രിസ്മസ് ട്രീയുടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്ര രസമില്ല, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എന്തായാലും എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ. ഇതിന് പ്രത്യേക ഒരു വൈൻഡപ്പ് ഒന്നും ഞാൻ കൊടുക്കണില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരിക. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.